ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നോളം നന്നാവാൻ ചെറുതായിട്ടൊന്ന് തീരുമാനിച്ചെങ്കിലും അന്നൊരു ദിവസം മാത്രമാണ് കേട്ടോ ഞാൻ നടക്കാൻ പോയത്. പിന്നെ ഇതാ ഇന്നും എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു നടത്തത്തിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് പൊങ്കലായതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലെ ഓരോ വീടുകളിലെയും ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ നല്ല അടിപൊളി കോലങ്ങളൊക്കെ കാണും കേട്ടോ. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് ഞാൻ നടക്കാൻ ഇറങ്ങിയത്. ഇങ്ങനെ പ്രത്യേക എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വാക്കിങ്ങിന് ഇറങ്ങുന്നതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല. എല്ലാ ഫെസ്റ്റിവൽസും സെയിം ആണെങ്കിലും ഓരോ നാടുകളിലും ഓരോ പേരിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവം വിഷു ആണെങ്കിൽ ഇവിടെ മകരസംക്രാന്തിയും പൊങ്കലൊക്കെയാണ് കേട്ടോ. നമ്മുടെ ജിമ്മിൽ ആൻറ്റീനെ പൊങ്കലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നടക്കാൻ പോകുന്ന കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ആൻറ്റിയുടെ വീട്ടിലോട്ട് കയറി കേട്ടോ. ആൻറ്റിയാണ് പൊങ്കലിന് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കാണ് കേട്ടോ. എന്താണെങ്കിലും ആളെനിക്ക് നല്ല അടിപൊളി ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി തന്നു. പെട്ടെന്ന് ഒരു ചപ്പാത്തിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. കറക്റ്റ് 11 മണിയായപ്പോഴത്തേക്കും ആൻറ്റിയുടെ ഒരു കോൾ വന്നു കേട്ടോ. അങ്കിളിൻ്റെ കയ്യിൽ എനിക്ക് കുറച്ച് സ്വീറ്റ് പൊങ്കലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കൊടുത്തു വിടുന്നുണ്ടെന്ന്. അങ്ങനത്തെ പൂവ് പ്രതീക്ഷിച്ചിരുന്ന് എനിക്കൊരു പൂക്കാലം തന്നെയാണ് കേട്ടോ ആൻറ്റി കൊടുത്തു വിട്ടത്. നല്ല സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതും അതിനൊക്കെ എന്നതാ നല്ല പീനട്ട് പുഴുങ്ങിയതും പിന്നെ കുറേ അധികം സ്പെഷ്യലൊക്കെ ഉണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എന്തൊക്കെയാണ് ഇതിനകത്ത് കൊടുത്ത് ആൻറ്റി വിട്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. എന്താണെങ്കിലും ബാംഗ്ലൂരിൽ പല നാട്ടിൽ നിന്നുള്ള ആളുകളുള്ളതുകൊണ്ട് തന്നെ എല്ലാ ഫെസ്റ്റിവൽസിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഈ ഒരു സ്വീറ്റ് പൊങ്കൽ. പിന്നെ കാരാ പൊങ്കലുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ, മസാല വട. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചിക്കു ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കരിമ്പുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ആൻറ്റി വിളിച്ചൊരു താങ്ക്സും പറഞ്ഞു. പിന്നെ ഇതാ ഞാൻ മാറ്റി വെച്ചൊരു ഐറ്റം എന്ന് പറയുന്നത് കരിമ്പ് മാത്രമാണ് കേട്ടോ. എല്ലാം കഴിച്ചെങ്കിലും കരിമ്പ് കഴിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ വക ഒരു ചിരിയും അതിനൊക്കെ തന്നെ ഒരു ഡയലോഗ്. കരിമ്പ് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ലല്ലേ, അതിനൊരു ചിരി മാത്രം സമ്മാനിച്ചുകൊണ്ട് ആളുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന കേട്ടോ. ആളുടെ കുട്ടിക്കാലത്ത് ഈ ഒരു പൊങ്കൽ വന്നാൽ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കരിമ്പും കൊണ്ടിരിക്കും അത്ര. അതിന് ചെറിയൊരു പുഞ്ചിരിയോടെ ഞാൻ മറുപടി നൽകി കേട്ടോ. എന്താണെന്നല്ലേ, നിങ്ങൾ പൊങ്കലിന് മാത്രമാണ് കരിമ്പ് കഴിക്കുന്നതെങ്കിലും ഞങ്ങളിത് ആഴ്ചയിൽ 2 കരിമ്പ് കഴിച്ചിരുന്ന ഒരു കുട്ടിക്കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് തള്ളല്ല കേട്ടോ. എനിക്കൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആളുടെ പേര് ശ്രുതി എന്നാണ്. ആളുടെ വീടിന് തൊട്ടടുത്തൊരു അമ്പലം ഉള്ളതുകൊണ്ടായിരിക്കും അവിടെ മുഴുവൻ കരിമ്പുകളായിരുന്നു കേട്ടോ. അവിടെ മാത്രം ഞാൻ കരിമ്പുകൾ കണ്ടിട്ടുള്ളൂ. കരിമ്പ് പൂവൊക്കെ വന്ന് പാകമാകുമ്പോഴത്തേക്കും അവളുടെ വക ഒരു കോൾ ഉണ്ട് കേട്ടോ. നേരെ അവളുടെ വീട്ടിലേക്ക് വിടും. അവളുടെ അപ്പനായിരുന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ കരിമ്പ് വെട്ടി തന്നുകൊണ്ടിരുന്നത്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ വെട്ടാൻ തുടങ്ങി. എന്നോടോ ബാല എന്താണെങ്കിലും ആളെക്കാളും കരിമ്പിൻ്റെ കാര്യത്തിൽ കുറച്ചധികം പ്രവൃത്തി പരിചയം എനിക്ക് കൂടുതലുണ്ടെന്ന് മനസ്സിലായതോടുകൂടി ആളായുധം വെച്ച് കീഴടങ്ങി. എന്താണെങ്കിലും സ്നേഹസമ്പന്നനായ എൻ്റെ ഹസ്ബൻഡ് ഇതാ എൻ്റെ ഈ കരിമ്പിനോടുള്ള ഇഷ്ടം പറഞ്ഞത് എനിക്കിതുപോലെ കട്ട് ചെയ്ത് തന്നു കേട്ടോ. ഈ പല്ലിൽ ബ്രേസസ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് കഴിക്കാൻ പറ്റാത്തതെന്ന് പിന്നീടാണ് ആൾക്ക് മനസ്സിലായത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ.